വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS ആൻഡ് മാത്സ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോയിൽ ഇന്ന് എന്താ പറയാൻ പോകുന്നതുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോളേജിൻ്റെ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന 2 ഇയേഴ്സ് നിങ്ങൾ എന്ത് പഠിക്കുന്നു എന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതെന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് അറിയണം എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് വീഡിയോ കാണുക. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 2-3 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കംപ്ലീറ്റ് സിലബസ്, അതായത് KTUയുടെ മെയിൻലി KTU കോളേജുകളാണ് അധികമുള്ളത്. അതിലെ സിലബസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് നമുക്ക് കമ്പയർ ഒക്കെ ചെയ്ത് ചെയ്യാം. ഓക്കെ, അതാണ് മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾ ഏതൊരു കാര്യം അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് മുന്നേ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇനി ഈ 2 കൊല്ലം നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയേണ്ടത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതറിയാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടിന്യൂ ചെയ്ത് വീഡിയോ കാണാം. വീഡിയോ വളരെ ഓരോ പോയിന്റ് പറഞ്ഞ് നമ്മൾ പോകുള്ളൂ. ലെങ്തി വീഡിയോ ആയിരിക്കും. ആദ്യത്തെ 1 മിനിറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ഇതിൽ എന്താണ് എന്നുള്ളത് പറയണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയത്. അതിന് ശേഷം മാത്രം നിങ്ങൾ കാണാം. കൂടുതൽ എക്സ്പ്ലനേഷൻ, അതായത് വലിച്ചു നീട്ടി പറയുന്ന പോലെ ഒന്നും പറയില്ല. ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, നമുക്ക് APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അതായത് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, വിച്ച് മീൻസ് ദ KTU അണ്ടറിൽ വരുന്ന ഒരു 20 എബവ് കോളേജസ് ഉണ്ട്. 13 കോളേജുകൾ നമുക്ക് എണ്ണിയാൽ കാണാൻ പറ്റും. അത്രയും കോളേജിൽ വരുന്ന KTUയുടെ സിലബസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിച്ച് മീൻസ് നിങ്ങൾ ഏത് കോളേജാണോ പോകുന്നത്, അത് ഏത് യൂണിവേഴ്സിറ്റിയുടെ 2 കാര്യങ്ങളുണ്ട്. ഏത് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ ഒരു പോയിന്റാണ്, അതുപോലെ തന്നെ വിച്ച് കോളേജ് എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് സിലബസ് മാറാം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള കോളേജ് ഒരു ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സിലബസ് മാറാം. ഓട്ടോണമസ് കോളേജുകളിൽ അവരുടേതായ സിലബസ് ആണ് അവരെന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അത് ചിലപ്പോൾ മറ്റുള്ള പല കോളേജിൽ നിന്ന് എടുത്തതായിരിക്കാം, പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തതായിരിക്കും. എന്തായാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ജനറൽ ആയിട്ട് ഇന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഉണ്ടാവും, മിനി പ്രൊജക്റ്റ് ഉണ്ടാവും. അതൊക്കെ പോകുന്നത് ജനറലാണ്. പക്ഷെ അവിടെ എന്തൊക്കെ സിലബസ് ആണ് നിങ്ങൾ പഠിക്കുന്നത് എന്നതിൽ മാറ്റം ഉണ്ടാവും. നൗ മെയിൻലി KTUയുടെ അണ്ടറിൽ വരുന്ന KTUയുടെ സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ KTUയുടെ അണ്ടറിൽ തന്നെ ഓട്ടോണമസ് കോളേജ് വരികയാണെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഈ സിലബസ് അല്ല ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ എടുത്ത സോഴ്സും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ളതും ഞാൻ പറഞ്ഞുതരാം. നേരെ ഈ KTUയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിൽ ഇവിടെ അക്കാദമിക്സിൻ്റെ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MCA സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ ഈ സാധനം എടുത്തത് MCA 2 ഇയർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. 2 ഇയർ ഇതിന് താഴെ 2 ഇയർ സ്കീമിൻ്റെ ഇതാണ് എടുത്തത്. അത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ബ്രാഞ്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടഡ് ഇയർ 2020 and 21 എന്ന് കാണിക്കുന്നുണ്ട്. 2021 എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2021 എന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ 2 ഇയേഴ്സിൻ്റെ ലേറ്റസ്റ്റ് സിലബസ് കാണാം. ഇത് അപ്ഡേറ്റ് ചെയ്ത ഡേറ്റ് January 1 ആണ്. January 2026 January 1 ഓക്കെ, ഈ സിലബസ് ആണ് ഇതിൽ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് സിലബസ് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിലവിൽ അറിയില്ല. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് നിങ്ങൾക്ക് സൈറ്റിൽ പോയി നോക്കാം. ആ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായും കമന്റിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്ത് പറയാം. അപ്പം നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 155 പേജുള്ള അല്ലെങ്കിൽ 57 പേജുള്ള ഫസ്റ്റത്തെ ഒരു PDF, then 122 മറ്റൊരു PDF ആണ് കാണാൻ പറ്റുക. 300 പേജുകളുള്ള ഒരു PDF ആണ് കാണാൻ പറ്റുക. വിച്ച് മീൻസ് ദ ഡീറ്റെയിൽഡ് സിലബസ് ആണ് അതിലുള്ളത്. ഡീറ്റെയിൽഡ് സിലബസ് ആണ്. അതിന് നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ട് ഓരോന്നും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക. KTUയുടെ സിലബസിൽ സെമസ്റ്റർ 1 ആണ് നമ്മൾ നോക്കാൻ. സെമസ്റ്റർ 1 നിങ്ങൾ എന്തൊക്കെ പഠിക്കണം. MCA സംബന്ധിച്ച് MCAയിലേക്ക് വരുന്ന ഒരാൾക്ക് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ കൊടുക്കുക. മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ MCAയുടെ ഒരു ഭാഗമാണ്. അതായത് MCA CS വരുന്ന പല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കുറച്ച് മാത്സിൻ്റെ ബേസിക് ഉണ്ട്. ആ ബേസിക് മാത്സ് നമ്മൾ അറിയണം. അപ്പോൾ അതിനാദ്യമായിട്ട് നിങ്ങൾ പഠിക്കുന്ന സാധനമാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറിൻ്റെ പേരാണ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഫോർ കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ഈ ഒരു PDF-ലെ സ്ലൈഡ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല നിങ്ങൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന PDF-ൽ. കാരണം അത്
ഓരോ പേപ്പറിനെയും ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്ത് പറയുന്നുണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഈവൻ ഇത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വരെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഏതൊക്കെ പേപ്പറാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ആണ്. ഞാൻ പറഞ്ഞു മുഴുവൻ കാണുന്ന ഒരാൾക്ക് മാത്രമേ ഇതിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി വെച്ച് പോകാൻ, നിങ്ങൾക്ക് കാര്യം ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം ആ പോയിന്റ് മാത്രമേ പറയുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അതായത് ഉപകാരപ്പെടാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ വന്നിട്ട് അതിനനുസരിച്ച് എന്നോട് പറയാം. ഓക്കെ, മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ആണെന്ന് പറഞ്ഞു. അതൊരു പേപ്പറായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന് 4 ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റിലാണ് നിങ്ങൾക്കറിയാം, ഡിഗ്രി കഴിഞ്ഞ ആളുകളായതുകൊണ്ട് നിങ്ങൾക്കറിയാം. അതിനുശേഷം എന്താ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് ആൻഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. നമ്മൾ BCA കഴിഞ്ഞ ആളുകളൊക്കെ അവർ മുന്നേ പഠിച്ച പേപ്പറുകളും ഉണ്ടാവും. ആ പേപ്പറുകളും പഠിക്കുന്നുണ്ടാവും, അതിന് അഡ്വാൻസ് ഉണ്ടാവും. കാരണം MCAയിലേക്ക് പല കാറ്റഗറിയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. പല കാറ്റഗറിയിലുള്ളവർക്കും MCA എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഒരു ബേസിക് മാത്സ് എന്ന രീതിയിലാണ്. പിന്നെ അഡ്വാൻസ്ഡ് ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് അടുത്തൊരു പേപ്പർ. അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാബാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രാക്ടിക്കലായിട്ട് വരുന്നത്. എന്താണ് പ്രാക്ടിക്കലായിട്ട് വരുന്നത്? കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. വീണ്ടും ഉണ്ട്, അടുത്തൊരു പ്രാക്ടിക്കൽ ഉണ്ട്. എന്താണ് വെബ് പ്രോഗ്രാമിംഗ് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രാക്ടിക്കൽ വരുന്നുണ്ട്. ഡാറ്റ സ്ട്രക്ചർ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രാക്ടിക്കൽ വരുന്നത്. ചിലപ്പോൾ 2 ലാബുകൾ അല്ലെങ്കിൽ 2 പ്രാക്ടിക്കൽ എക്സാം, വിച്ച് മീൻസ് 2 ഈ പറഞ്ഞ ടോപ്പിക്സ് അല്ലെങ്കിൽ 2 ഇത് എന്താ പറയുക, 2 പ്രോഗ്രാമുകളല്ലേ, 2 എണ്ണം ഒന്നിച്ചായിരിക്കും വരാം. 2 ലാബുകൾ ഒന്നിച്ചായിരിക്കും വരാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 1, 2, 3, 4, 5 ഒരു 6 പേപ്പർ 7 പേപ്പറൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്തെഴുതാണ്ടാവുക ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ ആണ് വരുന്നത്. ഇതിൻ്റെയൊക്കെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നേരെ വന്നു കഴിഞ്ഞാൽ സെം 2 നമ്മൾ എന്താണ് സെം 2 എത്തുന്ന സമയത്ത് ഇവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം പരിചയപ്പെടും. വിച്ച് മീൻസ് നിങ്ങളെ ഡിഗ്രിയിൽ നിങ്ങൾ എലക്റ്റീവ് കോഴ്സുകൾ എനിക്ക് തോന്നുന്നു 3rd, 4th സെമ്മിലൊക്കെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്. 3rd, 4th 5th, 6th ആയിരിക്കും. 5th, 4th ആയിട്ട് നമ്മൾ എലക്റ്റീവുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സെറ്റ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഏതാണ് ഹയർ സ്റ്റഡീസിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് നോക്കിയിട്ട് എലക്റ്റീവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എലക്റ്റീവ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അതിൽ കൊടുക്കുന്ന എല്ലാ പോസിബിൾ ആയിട്ട് എലക്റ്റീവിനെയും കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 4, 4, 8, 8, 3, 10, 11 കോഴ്സുകളെ കുറിച്ച് അതിലേറെ കോഴ്സുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓരോന്നിനും ക്രെഡിറ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സെം 2 തുടങ്ങുന്നത് ഇവിടെയാണ്. സെം 2 വരുന്നത് നിങ്ങളുടെ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഏതാണത്? DBMS അല്ലേ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിന് അഡ്വാൻസ്ഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ക്രെഡിറ്റ് 4 ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. അതിനും 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് ഒരു സിലബസിൽ വരുന്നുണ്ട്. സെക്കൻഡ് സെമസ്റ്ററിൽ അപ്ലൈഡ് സ്റ്റാറ്റ് നിങ്ങൾക്ക് പഠിക്കാണ്ട് 4 ആണ് ക്രെഡിറ്റ് വരുന്നത്. അതിനുശേഷം ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു എലക്റ്റീവ് പേപ്പറാണ്. സ്റ്റാറ്റീം ഒരു എലക്റ്റീവ് ആട്ടോ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റീം ഒരു എലക്റ്റീവ് ആണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു എലക്റ്റീവ് ആണ്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു എലക്റ്റീവ് ഉണ്ട്. ഇതിനൊക്കെ 4 ആട്ടോ ക്രെഡിറ്റ്, 4 ക്രെഡിറ്റ്. അതിനുശേഷം വരുന്ന ഇതിലേക്ക് വെർച്വലൈസേഷൻ കണ്ടെയ്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു എലക്റ്റീവ് നിങ്ങൾക്കുണ്ട്. അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അഡ്വാൻസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതെങ്ങനെ ചൂസ് ചെയ്യാം? ഓരോരുത്തരല്ല, ഒരു ബാച്ച് ഒന്നിച്ചാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. അഡ്വാൻസ്ഡ് OS ഉണ്ട്, അതൊരു എലക്റ്റീവ് ആണ്. 4 ക്രെഡിറ്റ് വരുന്നത്. ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്, വിച്ച് ഈസ് ആൻ എലക്റ്റീവ്. 4 ക്രെഡിറ്റ് വരുന്നത്. എംബഡഡ് സിസ്റ്റം വരുന്നുണ്ട്, അതും എന്താണ്, എലക്റ്റീവ് ആണ്. ഇതിൽ സെറ്റ് ഓഫ് എത്ര എണ്ണം എലക്റ്റീവ് മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതുള്ളൂ. ദെൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 4 ക്രെഡിറ്റ് വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ദിസ് ഈസ് ഓൾസോ 4 ക്രെഡിറ്റഡ് കോഴ്സ് ആർ സബ്ജക്റ്റ്. പിന്നെന്താണ് IPR ആൻഡ് സൈബർ ലോ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഓൾസോ 4 ക്രെഡിറ്റഡ്. അതിനുശേഷം അവിടെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, അതേതാണ് ഊപ്സിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എന്തുണ്ട്, ഒരു പ്രാക്ടിക്കൽ ലാബ് വരുന്നുണ്ട്, വിച്ച് ഹാസ് 2 ക്രെഡിറ്റ്. അതുപോലെ തന്നെ അഡ്വാൻസ് DBMS ലാബ് വരുന്നുണ്ട്. ഏതാണ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതാണ് സെമസ്റ്റർ 2 നമ്മൾ ആദ്യം പഠിക്കുന്നത്. വിച്ച് മീൻസ് ദിസ്, അതിൻ്റെ കറസ്പോണ്ടിങ് ലാബ് എക്സാമും നിങ്ങൾക്ക് എന്തിൽ വരുന്നുണ്ട്, സെമസ്റ്റർ 2 വരുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രാക്ടിക്കലാണ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം ആൻഡ് അഡ്മിനിസ്ട്രേഷണൽ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊന്നുമാണ് പ്രാക്ടിക്കൽ ലാബ്. ഈ 2 ലാബ് മിക്കവാറും ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, ഓർ സെപ്പറേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതിനൊക്കെ കോഴ്സും കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിലബസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ദെൻ വാട്ട് നെക്സ്റ്റ്, കമ്മിങ് ടു ദി തേർഡ് സെമസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത്
ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് കോറിലാണ്, കോർ കാറ്റഗറിയിലാണ് വരുന്നത്. ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, വിച്ച് ഹാസ് എ 4 ക്രെഡിറ്റ്. ഓക്കെ, ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്. അതിനുശേഷം ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം, ദാറ്റ് ഈസ് ആൾസോ എ കോർ കാറ്റഗറിയിൽ പെടുന്ന കോർ സബ്ജക്റ്റ് ആണ്. ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം 4 ക്രെഡിറ്റ് ആണ്. അതിനുശേഷം ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് വിച്ച് എന്താണ്, അതൊരു എലക്റ്റീവ് ആട്ടോ, 4 ക്രെഡിറ്റ് ഉള്ള എലക്റ്റീവ് ആണ്. അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു എലക്റ്റീവ് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഒരു എലക്റ്റീവ് ആയിട്ടുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ നിങ്ങൾ വീണ്ടും ഹയർ ഇതിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒന്നാണ്. പിന്നെ വഴി തിരിഞ്ഞ് പോകേണ്ടവർക്ക് എന്താണ്, സൈബർ ഫോറൻസിക് ഉണ്ട്. അതായത് വേറെ ഫീൽഡിലേക്ക് പോകണമെങ്കിൽ സൈബർ ഫോറൻസിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്ത് പഠിക്കാം. കമ്പൈലർ ഡിസൈൻ ഉണ്ട്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വിച്ച് മീൻസ് ദി IoTനെ കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്താണ് എലക്റ്റീവിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് എലക്റ്റീവിൻ്റെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ താഴെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. സെമസ്റ്റർ 3 അടുത്ത ഭാഗം എന്താണ്, ഡീപ്പ് ലേണിംഗ്. അതൊരു എലക്റ്റീവാണ്. ഡീപ്പ് ലേണിംഗ് ഒരു എലക്റ്റീവാണ്. ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിങ് എന്നാണ്, അതൊരു എലക്റ്റീവാണ്. എന്താണ് അത്, ബയോ ഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊന്നുണ്ട്, ബയോ ഇൻഫോർമാറ്റിക്സ് ആട്ടോ, അതൊരു എലക്റ്റീവാണ്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഉണ്ട്, അത് എന്താണ്, ഒരു എലക്റ്റീവാണ്. ദെൻ വീണ്ടും സെമസ്റ്റർ 3 പോകുമ്പോൾ എന്താണ്, ഡാറ്റാ സയൻസിൻ്റെ ഒരു ലാബാണ് വരുന്നത്. ഡാറ്റാ സയൻസിൻ്റെ ലാബ് സെമസ്റ്റർ 3 വരുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ലാബ് വരുന്നുണ്ട്, പ്രാക്ടിക്കൽ ലാബ് വരുന്നുണ്ട്. ദെൻ കംസ് ദ മിനി പ്രൊജക്റ്റ്. നിങ്ങൾക്ക് 3rd സെമ്മിലാണ് മിനി പ്രൊജക്റ്റ് വരുന്നത്. എന്താണ് മിനി പ്രൊജക്റ്റ്? അപ്പോൾ മറ്റുള്ള സിലബസുകാർ ശ്രദ്ധിക്കണം, അവർക്കും 3rd സെമസ്റ്ററിലാണ് എന്തുണ്ട്, മിനി പ്രൊജക്റ്റ് ഉണ്ട്. ദെൻ 4th സെമസ്റ്ററിൽ നിങ്ങൾക്ക് എന്താണ്, ഫൈനൽ പ്രൊജക്റ്റ് ആണ്. ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ആ 6 months ഓർ 3 to 4-5 months എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൊജക്റ്റ് ആയിരിക്കും. പ്രൊജക്റ്റ്, സെമിനാർ, വൈവകളായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് സെം എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഒരു 1.5 year നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ക്ലാസ്സിലിരുന്ന് പഠിക്കുള്ളൂ. ഓക്കെ, മിനി പ്രൊജക്റ്റ് വരുന്നുണ്ട്. പിന്നെ അവിടെ ക്രെഡിറ്റ് ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഒരു കോഴ്സ് ഉണ്ട്, അതാണ് ഡൊമെയിൻ എക്സ്പെർട്ടൈസ് വർക്ക്ഷോപ്പ്. ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സിലബസിലുണ്ട്. അതിന് ക്രെഡിറ്റ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. 4th സെമസ്റ്റർ നമ്മുടെ ഫൈനൽ ഇയറിലേക്ക് വരുമ്പോൾ ആകെ ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്കുള്ളൂ. ഒരു കോംപ്രഹെൻസീവ് ഒരു വൈവ വരുന്നുണ്ട്. എന്താണ്, ഒരു വൈവ വരുന്നുണ്ട്. ഓക്കെ, വൈവ വരുന്നുണ്ട്. ദെൻ ഒരു സെമിനാർ വരുന്നുണ്ട്. ആ സെമിനാറൊക്കെ നമ്മുടെ പ്രൊജക്റ്റിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിന്റെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈവയ്ക്ക് 6 ക്രെഡിറ്റ് ആണുള്ളത് കേട്ടോ. വൈവയ്ക്ക് 6 ക്രെഡിറ്റ്, ഈ സെമിനാറിന് 2 ക്രെഡിറ്റ്, 12 ക്രെഡിറ്റ് ഉള്ള നമ്മുടെ മെയിൻ പ്രൊജക്റ്റ് ആണ്. ഇതാണ് നമ്മുടെ MCAയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. മെയിൻ പ്രൊജക്റ്റ് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു, ആ ഒരു ഇയർ ആ ഒരു സെം കംപ്ലീറ്റ് നമുക്കത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് എന്ത് കാണിച്ചു തരാം, നമ്മുടെ മറ്റുള്ള സിലബസിൻ്റെ ഈ സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സെമസ്റ്റർ 1 പോകുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സുകൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ക്ലിയർ അല്ലേ, ഇപ്പോൾ കാണുന്നില്ലേ? ഓക്കെ, സെമസ്റ്റർ 1 വരുന്ന സമയത്ത് ഈ കോഴ്സാണ് നമ്മൾ ആദ്യം എടുത്തത്, മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ്. ഈ കോഴ്സ് അങ്ങനെയാണെങ്കിൽ അതിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഔട്ട്കം എന്താണ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത്. ഓക്കെ, ഓരോരോ കാര്യങ്ങളുണ്ട്, അത് നോക്കാം. അതിനുശേഷം മറ്റുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റൻഡൻസിന് 8 മാർക്കാണ്, അസസ്മെൻറ്റ് അതിന് 20 മാർക്ക്, അസൈൻമെൻറ്റ് ക്വിസിന് 12 മാർക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. എൻഡ് സെമസ്റ്റർ എക്സാം പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാൻ പറ്റും. കോഴ്സ് ലെവൽ അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്ത് നോക്കാൻ പറ്റും. കോഴ്സ് ഔട്ട്കം CO2 അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സിൻ്റെ അണ്ടറിൽ വരുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ പഠിച്ച മെട്രിക്സ്, ഐഗൻ വാല്യൂ, ഐഗൻ വെക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. റാങ്ക് കണ്ടുപിടിക്കാനും ഡിഗ്രി കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് അധികം കാര്യങ്ങൾ വരുന്നത്. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 എന്താ നമ്മൾ പഠിക്കുന്നത്, സെറ്റ് ഓപ്പറേഷൻ, റിലേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് റിലേഷൻ, ഇക്വാലൻസ് റിലേഷൻ, ക്ലോഷർ റിലേഷൻ, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻ, പാർഷ്യൽ ഓർഡറിങ്, NRI റിലേഷൻ, ഫംഗ്ഷൻസ്, ഇതൊക്കെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഡിവിഷൻ അൽഗോരിതം, GCD, പ്രൈംസ്, എന്താണ് യൂക്ലിഡിയൻ അൽഗോരിതം, കോൺഗ്രുവൻസ്, പ്രോപ്പർട്ടി, ഇതൊക്കെ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ച ആൾക്കാർ, മാത്സ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് കോൺഗ്രുവൻസ്, സൊല്യൂഷൻ, ലീനിയർ കോൺഗ്രുവൻസ്, ഇതൊക്കെ എന്താണ് ഇതിൽ
നിങ്ങൾ പഠിക്കുന്നുണ്ട് ആ ഒരു പേപ്പറിൽ. ഇതൊന്നും കണ്ട ബേജാറാവണ്ട കേട്ടോ. ഗ്രാഫ് പഠിക്കുന്നുണ്ട്, ഗ്രാഫ് മോഡൽസ് പഠിക്കുന്നുണ്ട്, ടെർമിനോളജി, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് പഠിക്കുന്നുണ്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ്സ്, ഗ്രാഫിൻ്റെ ഐസോമോർഫിസം എന്താണ്, കണക്ടിവിറ്റി എന്താണ്, ഓയിലർ ആൻഡ് ഹാമിൽട്ടൺ പാത്തുകൾ എന്താണ്, ഷോർട്ട് പാത്ത് പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്, ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം പഠിക്കുന്നുണ്ട്, പ്ലാനാർ ഗ്രാഫ് എന്താ, ഡയറക്ടർ ഗ്രാഫ് എന്താ, മൾട്ടി ഗ്രാഫ് എന്താ, കണക്റ്റഡ് ഗ്രാഫ് എന്താ, ഓയിലർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കുന്നത്, ട്രയൽ എന്താ, പ്ലാനാർ എന്താ, നോൺ പ്ലാനാർ ഗ്രാഫ് ഒക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം മൊഡ്യൂൾ 4 ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് CS വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവും. മാത്സ് ആണ് കൊടുത്തത്. പിന്നെ അതിന് നിങ്ങൾ റെഫർ ചെയ്യേണ്ട ബുക്കുകളും കൊടുത്തിട്ടുണ്ട്. എന്താണ്, സുഖമല്ലേ? വെബിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ അവൈലബിൾ ആണ്, വെബ് റിസോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനെ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്ത് കോഴ്സിൻ്റെ ഒരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ടൈമാണ് നിങ്ങൾക്ക് ലെക്ചർ ഹവേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളും മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു കോഴ്സ് എടുത്തിട്ട് അതിൻ്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റൽ കോഴ്സ് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഫണ്ടമെന്റ്സ് ആൻഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 60 ആണ്. അതിലെ പാർട്ട് എ ആണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഏത് രീതിയിലാണ് ഉണ്ടാവുക. ആൻസർ ഓൾ ക്വസ്റ്റ്യൻ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 3 മാർക്ക്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടുത്തെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാർട്ട് ബി ഉണ്ട്. മൊഡ്യൂൾ 1 ഒരു ക്വസ്റ്റ്യൻ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി പാർട്ട് ബിയിൽ. വീണ്ടും മൊഡ്യൂൾ 2 നിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. മൊഡ്യൂൾ 3 നിന്നൊരു ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 4 നിന്ന്, മൊഡ്യൂൾ 5 നിന്ന്, ഓരോ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, എത്ര കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള പാറ്റേൺ എന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മുകളിൽ കറക്റ്റായിട്ട് എന്തുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലടാ? ഓരോ മൊഡ്യൂളും അതിനെ കറക്റ്റ് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങളെ സിലബസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മാറ്റം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. നിങ്ങൾക്കത് തീർച്ചയായിട്ടും പറയാം. അതിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താണ്. നിങ്ങൾക്കും അത് പോയിട്ട് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അഡ്വാൻസ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത്രയാണ് നിങ്ങളുടെ സിലബസിൽ വരുന്നത്. ബാക്കി കമ്പയർ ചെയ്തിട്ടൊക്കെ നമുക്ക് നോക്കാം. ഓരോന്നിൻ്റെയും മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. എക്സാം പാറ്റേൺ ഒന്ന് നമുക്ക് നോക്കാം. 2 പാർട്ടാക്കിയിട്ടാണ് എയും ബിയും ഉണ്ട്. എ കണ്ടെയ്ൻ 10 കമ്പൽസറി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, 2 ഫ്രം ഈച്ച് മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളിൽ നിന്നുമുള്ള കമ്പൽസറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൊത്തം 10 ക്വസ്റ്റ്യൻ ഫ്രം 5 മൊഡ്യൂൾസ്. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 3 മാർക്കാണ്. 30 മാർക്കിനായിരിക്കും മൊത്തം വരിക. പാർട്ട് ബി കണ്ടെയ്ൻ 2 ക്വസ്റ്റ്യൻ ഓഫ് ഈച്ച് മൊഡ്യൂൾ. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ഹാവ് മിനിമം 2 സബ് ഡിവിഷൻ ആൻഡ് ക്യാരി അവർ മാർക്ക്. 6 മാർക്ക്. ഓക്കെ, കോഴ്സിൻ്റെ ഔട്ട്കം എന്താണ്, എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ചോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു സാധനം പോകുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണും 189 ഇതിലുണ്ട്. ഇതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഷീറ്റും ഉണ്ട്. ഇത് 1 and 2 സെമ്മിൻ്റെ ഫസ്റ്റ് PDF ആണ്. ദെൻ കംസ് ദി 3 and 4th സെം. അത് ഏകദേശം ഒരു 122 പേജ് അതുകൊണ്ട് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ സിലബസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇനി ജനറലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി അണ്ടറിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യമൊക്കെ വെറുതെ അല്ലേ. അപ്പോൾ മെയിനായിട്ട് KTU വരുന്നുണ്ട്, MG യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, കണ്ണൂർ വരുന്നുണ്ട്, ഒരു കുസാറ്റ് ഉണ്ട്, പിന്നെ മെയിനായിട്ട് വേറെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട്? ഇത്രയും യൂണിവേഴ്സിറ്റികളാണ് ഏകദേശം തോന്നുന്നു മെയിൻ യൂണിവേഴ്സിറ്റികൾ. അതിനപ്പുറത്ത് നമുക്ക് എന്തുണ്ട്, അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഓട്ടോണമസുകളുണ്ട്. ഓട്ടോണമസ് കോളേജുകളുണ്ട്. അവിടുത്തെ സിലബസിന് എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവും, സിലബസിന് മാറ്റമുണ്ടാവും. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന അത് ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്തായിരിക്കും, സെയിം സിലബസുകളായിരിക്കും. മനസ്സിലാക്കാം. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതത് കോളേജിൻ്റെ കമ്മ്യൂണിറ്റികളും നിങ്ങൾക്കൊക്കെ ഇൻസ്റ്റയിലൊക്കെ ചെക്ക് ചെയ്താലും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അവരെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
എന്നിട്ട് അവരുടെ അടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസിലേക്ക് വരുമ്പോൾ. നമ്മൾ എന്താണ് ഇത് എന്തിനാണ് ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേയും അതിൻ്റെ ഒരു വ്യക്തമായ സ്ട്രക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള സ്ട്രക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം ഫസ്റ്റ് സെമ്മിൽ ഞാൻ എന്തൊക്കെ ഒന്നും വേണ്ട, നിങ്ങൾ പഠിക്കണ്ട, പഠിച്ചില്ലേലും വേണ്ട, നമുക്ക് ഇത്രയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഫസ്റ്റ് സെമ്മിൽ ഇത്ര ഉണ്ട്, സെക്കൻഡ് സെമ്മിൽ ഇത്ര വരുന്നുണ്ട്, തേർഡിലാണ് എനിക്കൊരു പ്രൊജക്റ്റ് വരുന്നത്, ഫോർത്തിൽ എനിക്കൊരു മെയിൻ പ്രൊജക്റ്റ് വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണ മതി. ഓക്കെ, ആ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി നമ്മുടെ പടി കഴിഞ്ഞു. നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു കോൺഫിഡൻസ് നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ട്. ഇന്ന കാര്യങ്ങളാണ്, എന്തൊക്കെ ചെയ്യാനുണ്ട്, വാട്ട് ടു ഡു. നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക, മടി വരിക, പഠിക്കാൻ കഴിയാത്ത. അപ്പോൾ വാട്ട് ടു ഡു എന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, ചെയ്യാനുണ്ട്, പെൻഡിങ്ങിലുണ്ട് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കാൻ തോന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം, ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ബെറ്റർ ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് അഡ്മിഷൻ കിട്ടണേ. അപ്പം നല്ലൊരു വീഡിയോയും കാര്യങ്ങളായിട്ട് വരും ദിവസങ്ങളിലും വരാം. ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം, അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണം കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഞാൻ ആരോടും ഇതുവരെ നിർബന്ധിച്ച് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ, എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.